മത്തായി സുവിശേഷമാണ് നമ്മൾ പഠിക്കുന്നത്. മത്തായി സുവിശേഷത്തിന്റെ ഇൻട്രോഡക്ഷനായി ദൈവത്തിന്റെ ആത്മാവ് സുവിശേഷകനായ മത്തായി അല്ലെങ്കിൽ യേശുവിന്റെ ശിഷ്യനായ മത്തായി സുവിശേഷം എഴുതുവാനായി പ്രേരിപ്പിച്ച കാര്യങ്ങളാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിപ്പാൻ ഇടയായി തീർന്നത്. അതിലൂടെ ഉദ്ദേശിക്കുന്നതായ 3 കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാൻ ഇടയായി തീർന്നു. മത്തായി സുവിശേഷത്തിന്റെ തീം തന്നെ രാജാവായി യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നതാണ്. രാജാവായി യേശുവിനെ വെളിപ്പെടുത്തുമ്പോൾ പെട്ടെന്ന് ഒരു രാജാവ് എന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് അത് സ്വീകരിക്കാനായിട്ട് വിഷമമാണ്. അതുകൊണ്ട് രാജാവിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അവൻ രാജാവാണെന്നുള്ളതിന് താൻ വെളിപ്പെടുത്തുന്നതായ പല കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് തന്റെ വംശാവലിയാണ്, ജീനിയോളജി. വംശാവലി പ്രകാരമാണ് അന്ന് രാജാക്കന്മാരായി ധരിക്കേണ്ടത്. അപ്പോൾ യേശുക്രിസ്തു രാജാവാണെന്ന് പെട്ടെന്ന് പറഞ്ഞാൽ അത് ഗ്രഹിക്കാനായിട്ട് കഴിയുകയില്ല. എന്നാൽ 4 കാര്യങ്ങളാണ് അവൻ രാജാവാണെന്നുള്ളതിന് 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലും മത്തായി വെളിപ്പെടുത്തുന്നത്. ചാപ്റ്റേഴ്സ് 1 and 2 4 ഫാക്ട്സുകൾ താൻ അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, തന്റെ പാരമ്പര്യം, ഹെറിഡിറ്റി. ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ യേശു കർത്താവാണ് യോഗ്യൻ എന്നുള്ളത് താൻ ഒന്നാമതായി വെളിപ്പെടുത്തുന്നതാണ് 1-ാം അധ്യായത്തിലെ വിഷയം. അത് നമ്മൾ പഠിക്കുമ്പോൾ മാനുഷികമായ രീതിയിലുള്ള തന്റെ പാരമ്പര്യവും ദൈവികമായുള്ള പാരമ്പര്യവും മത്തായി സുവിശേഷകൻ രേഖപ്പെടുത്തുന്നുണ്ട്. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ രാജാവായതുകൊണ്ട് അവനെ നമസ്കരിക്കേണ്ടത്, അവനോട് ആദരവ് കാണിക്കുന്നതാണ് 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും വായിക്കുമ്പോൾ. എന്നാൽ രാജാവായിരിക്കുന്നതുകൊണ്ട് അവനുള്ള ശത്രുത്വമാണ് നമുക്ക് 2:13 മുതൽ 18 വരെ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്. ആ രാജാവിന്റെ ഹ്യൂമിലിറ്റിയാണ് 19 മുതൽ 23 വരെ, സൗമ്യതയാണ് കാണുന്നത്. അപ്പോൾ 1-ഉം 2-ഉം അധ്യായങ്ങളിൽ ഈ 4 കാര്യങ്ങൾ, ദ ഹെറിഡിറ്റി ഓഫ് ദ കിങ്, ഹോമേജ് ടു ദ കിങ്, ഹോസ്റ്റിലിറ്റി അബൌട്ട് ദ കിങ്, ദ ഹ്യൂമിലിറ്റി ഓഫ് ദ കിങ്, ഈ 4 ഫാക്ട്സുകളാണ് നമുക്കിവിടെ കാണുവാനായി സാധിക്കുന്നത്. ഒന്നാമതായി ഹ്യൂമൻ ഹെറിഡിറ്റി ആണ് 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. മാനുഷിക രീതിയിൽ തന്റെ പാരമ്പര്യം വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. 18 മുതൽ 25 വരെ വായിക്കുമ്പോൾ ഡിവൈൻ ഹെറിഡിറ്റി, ദൈവികമായുള്ള തന്റെ പാരമ്പര്യം, ഇത് രണ്ടും നമുക്ക് 1-ാം അധ്യായത്തിൽ കാണുവാനായി സാധിക്കുന്നു. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഹ്യൂമൻ ഹെറിഡിറ്റി, പാരമ്പര്യം വളരെ പ്രാധാന്യമേറിയതാണ്. നമുക്കറിയാം, യഹൂദന്മാർ ലോകത്തിന്റെ എല്ലാ കോണുകളിലും ചിതറിപ്പോയിട്ടുണ്ട്. ഏതെങ്കിലും രാജ്യത്ത് നിന്ന് ഞങ്ങൾ യഹൂദന്മാരാണ്, ഞങ്ങൾ ഇന്ന ഗോത്രത്തിൽപ്പെട്ടവരാണ് എന്ന് പറഞ്ഞു വന്നാൽ പെട്ടെന്ന് അവരങ്ങ് അംഗീകരിക്കത്തില്ല. പല വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ കിഴക്ക് മേഘാലയ സംസ്ഥാനത്തിൽ നിന്നാണെന്ന് തോന്നുന്നു കുറച്ച് ആളുകൾ ഞങ്ങൾ യഹൂദന്മാരാണെന്ന് പറഞ്ഞ് അവർക്ക് അവകാശത്തിനായി ചെന്നു. എന്നാൽ അവര് പെട്ടെന്നൊന്നും അംഗീകരിച്ചില്ല. പിന്നീട് അംഗീകരിച്ചു എന്നാണ് അറിയുന്നത്. അവർ വംശാവലി എല്ലാം സെർച്ച് ചെയ്ത് അത് ശരിയാണോ എന്ന് പഠിച്ചിട്ടാണ് അവർ അംഗീകരിക്കുന്നത്. നാം ഇസ്രായേലിന്റെ നെഹമ്യാവിന്റെ ഒക്കെ പുസ്തകം പഠിച്ചു വരുമ്പോൾ ഇസ്രായേലിന്റെ കാലത്ത് ബാബേൽ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ജനങ്ങളിൽ ചിലര് ലേവ്യരാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവരെ പെട്ടെന്ന് അങ്ങനെ ലേവ്യരായിട്ടൊന്നും സ്വീകരിച്ചില്ല. അവർ സെർച്ച് ചെയ്ത് ഒടുവിൽ അവർക്കത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ മാത്രമാണ് ആ അവകാശവും പദവിയും അവർക്ക് കൊടുക്കുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നത്. ട്രൈബൽ മെമ്പർഷിപ്പോ അവകാശങ്ങളോ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അവകാശങ്ങളോ ലഭിക്കണമെങ്കിൽ ശരിയായ ജീനിയോളജി, വംശാവലി മനസ്സിലായെങ്കിൽ മാത്രമേ യഹൂദന്മാര് ചെയ്യുകയുള്ളൂ. ദാവീദിന്റെ പുത്രനാണ് മത്തായി പറഞ്ഞു തുടങ്ങുന്ന. അബ്രഹാമിന്റെ പുത്രനായി, ദാവീദിന്റെ പുത്രനായി യേശുക്രിസ്തുവിന്റെ വംശാവലി എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അപ്പോൾ മത്തായി വെളിപ്പെടുത്തുന്നത്, ദൈവാത്മാവ് മത്തായി ഉപയോഗിക്കുന്നത്, ഇവനാണ് രാജാവ്, ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ യോഗ്യനായ രാജാവാണെന്ന് പറഞ്ഞാൽ പറയുന്നുണ്ടാകുന്നില്ല, പ്രൂവ് ചെയ്യണം. മത്തായിയെ പരിശുദ്ധാത്മാവ് പ്രൂവ് ചെയ്യുവാനായിട്ട് സഹായിക്കുകയാണ്. അപ്പോൾ മാനുഷിക രീതിയിലുള്ളതായ തെളിവാണ് ഇവിടെ വംശാവലിയിൽ കാണുന്നത്. നമ്മൾ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ മത്തായി സുവിശേഷത്തിൽ വംശാവലിയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായി കഴിയണം. വേദ പഠിതാക്കൾ പഠിച്ചു വരുമ്പോൾ പറയുന്നത് മത്തായി സുവിശേഷത്തിലെ വംശാവലിയും ലൂക്കോസ് സുവിശേഷത്തിലെ വംശാവലിയും തമ്മിൽ വ്യത്യാസമുണ്ട്.
മത്തായി സുവിശേഷത്തിലെ വംശാവലി യേശുക്രിസ്തുവിന്റെ നമ്മൾ പറയുമ്പോൾ ഫോസ്റ്റർ ഫാദർ, പിതാവ് എന്ന് നമുക്ക് ജോസഫിനെ പറയുവാനായിട്ട് കഴിയുകയില്ല. ജോസഫിൽ നിന്നല്ല യേശുക്രിസ്തു ജനിച്ചത്, മറിയയുടെ മകനായിട്ടാണ്, പരിശുദ്ധാത്മാവിനാലാണ് ജനിക്കുവാനിടയായി തീർന്നത്. ആ ഫോസ്റ്റർ ഫാദറായ ജോസഫിന്റെ വംശാവലിയാണ് പറയുന്നത്. ജോസഫ് വരെ പറഞ്ഞു വരികയാണ് മത്തായി സുവിശേഷകൻ. മത്തായി പറഞ്ഞു വരുന്ന വംശാവലി വായിക്കുമ്പോൾ അതിനകത്തെ പേരുകൾക്കൊക്കെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. ദാവീദിന്റെ മകനായ ശലോമോന്റെ പിന്തുടർച്ച പറഞ്ഞാണ് ജോസഫിൽ വന്ന് അവസാനിക്കുന്നത്. എന്നാൽ ലൂക്കോസ് സുവിശേഷത്തിൽ മറിയയുടെ വംശാവലി പറഞ്ഞു വരുമ്പോൾ ദാവീദിന് വേറൊരു മകൻ ഉണ്ടായിരുന്നു, നാഥാൻ. ആ നാഥാന്റെ വംശാവലിയാണ് പറഞ്ഞു വരുന്നത്. എന്ന് പറഞ്ഞാൽ ചുരുക്കം ഇതേ ഉള്ളൂ, മറിയ മുതൽ പുറകോട്ട് തലമുറകൾ ഇങ്ങനെ എണ്ണി പോകുമ്പോൾ ദാവീദിൽ പിന്നെ തുടർച്ചയായിട്ട് അങ്ങോട്ട് ചെല്ലുന്നു. യോസഫ് മുതൽ പുറകിലോട്ട് ശലോമോൻ മുതൽ ദാവീദ് വരെയും ആ തലമുറ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യേശുവിന്റെ അമ്മയായ മറിയയും യോസഫും രണ്ടുപേരും ഏത് കുടുംബത്തിൽപ്പെട്ടവരാണ്, ഏത് സന്തതിയിൽപ്പെട്ടവരാണെന്നാണ് പറഞ്ഞു വരുന്നത്? ദാവീദിന്റെ സന്തതിയിൽപ്പെട്ടവരാണ്. അപ്പോൾ അതാണ് ഇവിടെ തെളിയിക്കപ്പെടുന്നത്. അപ്പോൾ മാനുഷിക രീതിയിലുള്ള വംശാവലി പ്രകാരം യേശുക്രിസ്തു ദാവീദിന്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ് എന്നുള്ളതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ പല പേരുകളുണ്ട്. സാധാരണ ഒത്തിരി ആളുകൾ ഈ മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിലെ ഈ പേരുകളൊക്കെ വായിക്കാനായിട്ട് ഇഷ്ടപ്പെടാറില്ല. ചില പേരൊക്കെ വായിക്കാൻ തന്നെ പാടാം, പ്രൊനൗൺസ് ചെയ്യാനായിട്ട് പ്രയാസമാണ്, ഇത് മനസ്സിലാകുകയുമില്ല ചിലപ്പോൾ. എന്നാൽ ഇതിനകത്തൊക്കെ ഒത്തിരി ആശയങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഒരു ദേവാസൻ ഒരിക്കൽ പറഞ്ഞതുപോലെ ഈ മുള്ളിന്റെ ഇടയ്ക്കുള്ള മാംസം പോലെ ഇതിനകത്ത് വളരെ ഡിലീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ചിലര് മുള്ളൊക്കെ കാണുമ്പോഴേ അങ്ങ് മാറ്റി വെക്കാറുണ്ടല്ലോ, നമ്മുടെ അച്ഛ മലയാളത്തിൽ പറഞ്ഞാൽ. ചിലർക്ക് മുള്ള് യെല്ലോ ഒക്കെ വലിയ ഇഷ്ടമാണ്, കാരണം അതിനകത്തുള്ള പ്രത്യേകതകളൊക്കെ വളരെ സാധ്യമാക്കി തീർക്കുന്ന ആളുകളുണ്ട്. ഇതുപോലെ ഉള്ളതാണ് ഈ ഒത്തിരി വംശാവലിയും പേരും ഒക്കെ വരുന്നത്. വെറുതെ ഒന്നുമല്ല പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്നത്. അതിലൊത്തിരി മീനിങ് ഉണ്ട്, ഒത്തിരി ആശയങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് സത്യങ്ങൾ അതിനകത്ത് നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഈ വംശാവലി നമ്മളിങ്ങനെ വായിച്ചു വരുമ്പോൾ അവിടെ കാണുന്നതായ ചില പ്രത്യേകതകൾ നമ്മൾ വായിച്ചാൽ 3 സെക്ഷനായിട്ട് തിരിച്ചാണ് മത്തായി വംശാവലി രേഖപ്പെടുത്തിയിരിക്കുന്നത്. 3-ല് 14 പേരുകൾ വീതം, 14 തലമുറകൾ വീതമാണ്, 14 ഗോത്രപിതാക്കന്മാരുടെ പേരാണ്. നാം ഓർത്തിരിക്കേണ്ടത് ഇങ്ങനെ 14 പേരല്ല ഉള്ളത്. ചില പേരുകളൊക്കെ മത്തായി സുവിശേഷൻ അങ്ങ് ഒമിറ്റ് ചെയ്തിട്ടുണ്ട്, അത് വിട്ടുകളഞ്ഞിട്ടുണ്ട്. അതിന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്ന വിഷയം ദാവീദ് എന്നുള്ളതിന്റെ, ഡേവിഡ് എന്നുള്ള പേരിന്റെ അക്ഷരങ്ങൾ എബ്രായ ഭാഷയിൽ ആഡ് ചെയ്താൽ, അക്ഷരങ്ങൾക്കൊക്കെ വാല്യുണ്ട്, വിലയുണ്ട്. ആ അക്ഷരങ്ങളൊക്കെ ആഡ് ചെയ്താല് ദാവീദ് എന്നുള്ളത് ആഡ് ചെയ്താൽ അതിന്റെ ആകെ 14. അപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി വായിക്കുന്ന ആളുകൾക്ക്, യഹൂദന്മാർക്ക് ഗ്രഹിക്കുവാനായി, ഈസി ആയിട്ട് ഗ്രഹിക്കുവാനായിട്ടാണ് അങ്ങനെ എഴുതുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അതുകൊണ്ടാണ് 14 എന്നുള്ള രീതിയിൽ എഴുതുവാൻ തക്കവണ്ണം തലമുറകളാകെ അബ്രഹാം മുതൽ ദാവീദ് വരെ 17-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം 14 ആകുന്നു. അങ്ങനെ ഈസിയായിട്ട് മനഃപ്പാടമാക്കുവാനും ഗ്രഹിക്കുവാനും വേണ്ടി അങ്ങനെ എഴുതിയതേ ഉള്ളൂ. എക്സാക്ട് 14 അല്ല, അതിൽ കൂടുതൽ തലമുറകളുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇത് നാം വായിച്ചു വരുമ്പോൾ അവിടെയും വലിയ ദൈവത്തിന്റെ ഒരു പ്രത്യേക കൃപ ഈ തലമുറകൾ വായിക്കുമ്പോഴും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിനകത്ത് ദൈവത്തിന്റെ കൃപയുടെ ഒരു ദർശനമാണ്, ഒരു അപ്പിയറൻസ് ആണ് കാണാൻ കഴിയുന്നത്. ഈ യഹൂദന്മാരാരും തലമുറ പറയുമ്പോൾ സ്ത്രീകളുടെ പേരുകൾ ആഡ് ചെയ്യാറില്ല. യഹൂദ ചരിത്രങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. യഹൂദ പിതാക്കന്മാരൊക്കെ സ്ത്രീകളെ വളരെ താണ അവസ്ഥയിൽ മാത്രമേ പരിഗണിച്ചിട്ടുള്ളൂ. സ്ത്രീയായി ജനിക്കാത്തതിനും നായായി ജനിക്കാത്തതിനൊക്കെ നന്ദി പറയുന്ന യഹൂദ പിതാക്കന്മാരെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഇനി ഒത്തിരി ഞാൻ പറഞ്ഞ സൗകര്യമാർക്ക് വിഷമം വരുമോ എന്ന് പറയുന്നില്ല. ഇനി അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പോലും മത്തായി ഇത് എഴുതുമ്പോൾ 4 സ്ത്രീകളെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ജീനിയോളജി പറയുമ്പോൾ
അവിടെയാണ് ദൈവകൃപയെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരുടെ കണക്കനുസരിച്ച്, യഹൂദന്മാരുടെ നിഗമനം അനുസരിച്ച് ജീനിയോളജിയിൽ കൊണ്ടുവരുവാൻ യോഗ്യതയില്ലാത്ത ഈ സ്ത്രീകളെ കൂടെ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം എന്താണ്? ദൈവത്തിന്റെ വലിയ കൃപയാണ് കാണുവാനായി സാധിക്കുന്നത്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ത്രീകൾ ആരൊക്കെയാണ്? വളരെ നല്ല രീതിയിൽ ജീവിച്ചവരല്ല എല്ലാവരും, അത് നാം ഓർത്തിരിക്കുകയാണ്. താമാറിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു, റാഹാബിനെ കുറിച്ച് വായിക്കുന്നു, രൂത്തിനെ കുറിച്ച് വായിക്കുന്നു, ബത്ശേബ ഊരിയാവിന്റെ ഭാര്യയെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നു. ഇത് ഇവിടെ നമുക്ക് കാണുവാനായി സാധിക്കുന്നത് ദൈവത്തിന്റെ വലിയ കൃപയാണ്. അവിടെ എല്ലാം നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ ഇങ്ങനെ ഡിവൈൻ ഹ്യൂമൻ ഹെറിഡിറ്റിയിൽ, മാനുഷിക പാരമ്പര്യത്തിൽ ദാവീദിന്റെ വംശാവലിയിൽപ്പെട്ടവരായി ഈ യോസേഫിനെയും മറിയയും ഇവിടെ പ്രദർശിപ്പിക്കുന്നതാണ് നമുക്ക് 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ കാണുവാനായി സാധിക്കുന്നത്. എന്നാൽ 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ദൈവികമായ ഹെറിഡിറ്റിയാണ് കാണുവാനായി സാധിക്കുന്നത്. ഡിവൈൻ ഹെറിഡിറ്റിയാണ് 18 മുതൽ 25 വരെയുള്ളതായ വാക്യങ്ങൾ. 16-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഈ സാധാരണ ഈ ഭാഗങ്ങളെല്ലാം വായിച്ചു വരുമ്പോൾ അവിടെ എല്ലാം ഇന്ന ആളെ ജനിപ്പിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ 16-ാം വാക്യത്തിൽ വരുമ്പോൾ യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസേഫിനെ ജനിപ്പിച്ചു, അവളിൽ നിന്ന് ക്രിസ്തു എന്ന പേരുള്ള യേശു ജനിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. 18-ാം വാക്യത്തിൽ എന്നാൽ യേശു ക്രിസ്തുവിന്റെ ജനനം ഈവണ്ണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസേഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പ് പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. സാധാരണ നാച്ചുറലായി ഭൂമിയിൽ ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും ഒരു പുരുഷന്റെയും ഒരു സ്ത്രീയുടെയും പ്രവർത്തനത്താൽ ജനിക്കുന്നു. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം ഇംഗ്ലീഷിൽ നാം വായിക്കുമ്പോൾ ഈ ബിഗർ എന്ന് പറയുമ്പോൾ ഈ 18-ാം വാക്യത്തിൽ യോസേഫിൽ നിന്ന് യേശു ജനിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ പുരുഷന്റെ ഇഷ്ടത്താലല്ല, പരിശുദ്ധാത്മാവിനാൽ ആണ് യേശു ജനിക്കുവാൻ ഇടയായി തീർന്നത്. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് നാട്ടിലായിരുന്ന സമയത്ത് ഒരു സാധുവായ ഒരു ദൈവദാസൻ, കൊച്ചുപദേശം എന്നാണ് വിളിക്കുന്നത്, അദ്ദേഹം ഒരു കൺവെൻഷന് പ്രസംഗിച്ചു. ഞങ്ങൾ ഒരുപാട് ചിരിക്കുവാൻ ഇടയായി തീർന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗം മത്തായി സുവിശേഷം 1-ാം അധ്യായം. പുള്ളി പറയുന്നത് എല്ലാ മനുഷ്യരിലും ഹിപ്പിയുണ്ട്, യേശുവിൽ ഹിപ്പിയില്ല. ഞങ്ങൾക്ക് ഇതെന്തോ ഹിപ്പിയാണോ എന്തോ പറയുന്നത്. പറഞ്ഞു വന്നപ്പോഴാണ് മനസ്സിലായി ജനിപ്പിച്ചു എന്ന് എല്ലാരെ കുറിച്ചും പറയുന്നുണ്ട്. യേശുവിനെ കുറിച്ച് യേശു ജനിച്ചു എന്നാണ്, യേശുവിൽ ഹിപ്പിയില്ല എന്നാണ് പുള്ളി പറയുന്നത്. നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞാണ്. അപ്പോൾ ഈ ദൈവത്തിന്റെ പ്രത്യേക ഇടപെടലോടുകൂടിയാണ് യേശുക്രിസ്തു ജനിക്കുവാൻ ഇടയായി തീർന്നത്. എർത്തലി മദർ ഉണ്ട് യേശുവിന്, എന്നാൽ എർത്തലി ഫാദർ ഇല്ല എന്നുള്ളത് നാം ഓർത്തിരിക്കുകയാണ്. സാധാരണയായി ഭൂമിയിൽ ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും ഒരു സാധാരണ ജനനമായി ക്രീച്ചറായി ജനിക്കുന്നു. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം അങ്ങനെ ആയിരുന്നില്ല. യേശുവിന്റെ അമ്മയായ മറിയ ജനിക്കുന്നതിന് മുമ്പേ തന്നെ യേശു കർത്താവ് ഉണ്ടായിരുന്നു. ജോസഫോ മറിയോ ഉണ്ടാകുന്നതിന് മുമ്പേ, അവരുടെ പൂർവ്വപിതാക്കന്മാരെല്ലാം ജനിക്കുന്നതിന് മുമ്പേ യേശു കർത്താവ് ഉണ്ടായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം നമുക്കറിയാവുന്ന വാക്യമാണ്. അവിടെ എഴുതിയിരിക്കുന്ന എന്താണ്? ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടി ആയിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ലോഗോസ്. യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. യേശുക്രിസ്തു ദൈവമായി, യേശുക്രിസ്തു വചനമായിട്ടായിരുന്നു. അപ്പോൾ വചനമായിരുന്ന യേശുക്രിസ്തു എറ്റേണൽ ഗോഡ് ആണ്. അവനാണ് ഭൂമിയിൽ വരുവാനിടയായി. യോഹന്നാൻ 1:14 നമ്മൾ വായിക്കുന്ന എന്താണ്? വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. വചനം ജഡമായി തീർന്ന യേശുക്രിസ്തുവിനെയാണ് നമുക്ക് അവിടെ കാണുവാനായി സാധിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ ജോസഫിന്റെ സഹായമില്ലാതെ ദൈവത്തിന്റെ പ്രത്യേക നിയോഗത്തോടുകൂടി കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ ജനിക്കുവാൻ ഇടയായി തീർന്നു. മത്തായി രാജാവായ യേശുവിനെ വെളിപ്പെടുത്തുമ്പോൾ ഹ്യൂമൻ ഹെറിഡിറ്റിയിൽ അവൻ രാജാവാണ്, ദാവീദിന്റെ പരമ്പരയാണ്. ഡിവൈൻ ഹെറിഡിറ്റിയിൽ അവൻ ദാവീദിന്റെ സന്തതിയായി ജനിച്ചവനാണ്. പഴയ നിയമ പ്രവചനങ്ങളുടെ നിവൃത്തിയാണ് യേശുക്രിസ്തുവിന്റെ ജനനത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നത്.
ഉൽപ്പത്തി പുസ്തകം തന്നെ നമ്മൾ നോക്കുമ്പോൾ 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ ആദ്യത്തെ മശിഹായെ കുറിച്ചുള്ള പ്രോമിസ് കൊടുത്തിരിക്കുന്നത് എന്താണ്? സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. അപ്പോൾ 3:15 യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ബോൺ ഓഫ് എ വുമൻ. അടുത്ത സ്ലൈഡ് പോകുന്നില്ലയോ? ഓക്കെ, അതും ഒന്ന് കഴിഞ്ഞു, അതും കഴിഞ്ഞു. ഓക്കെ, അവിടെ മതി. വാക്യങ്ങൾ അവിടെ ഉണ്ട്, ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകാം. 3:15 ബോൺ ഓഫ് എ വുമൻ എന്നുള്ളത് കാണുന്നു. 22:18 നമുക്ക് അബ്രഹാമിന്റെ സന്തതിയിൽ നിന്നാണ് യേശുക്രിസ്തു ജനിക്കാൻ പോകുന്നത്. ഇസ്ഹാക്കിനെ ദൈവം പറഞ്ഞതുപോലെ യാഗം അർപ്പിക്കാൻ കൊണ്ടുപോയതിനു ശേഷമായി ദൈവം വളരെ വാഗ്ദത്തങ്ങൾ കൊടുത്തപ്പോൾ അവിടെ പറയാണ്, നിന്റെ സന്തതി മൂലം, സന്തതികൾ എന്നല്ല, പൗലോസ് റോമാലേഖനത്തിൽ ആ വാക്യം എഴുതുമ്പോൾ പറയാണ് സന്തതി എന്ന ഏകനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ അബ്രഹാമിന്റെ സന്തതിയായി മറിയിൽ നിന്ന്, മനുഷ്യ സ്ത്രീയിൽ നിന്ന് യേശു ജനിക്കുമെന്ന് പ്രോമിസ് ചെയ്തു. അത് അതുപോലെ സംഭവിച്ചു. അബ്രഹാമിന്റെ സന്തതിയായി യേശു കർത്താവ് ഭൂമിയിൽ ജനിക്കുമെന്ന് പ്രവചിച്ചു. അത് അതുപോലെ സംഭവിച്ചു. ഇനിയും യാക്കോബ് തന്റെ മക്കളെ അനുഗ്രഹിക്കുമ്പോൾ 49-ാം അധ്യായം 10-ാം വാക്യത്തിൽ യഹൂദ കുടുംബത്തിലാണ്, യഹൂദ ഗോത്രത്തിലാണ് യേശു ജനിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നു. അവിടെ പറയുന്ന അവകാശമുള്ളവൻ വരുവോളം എന്നാണ് യഹൂദയെ കുറിച്ച് പറയുന്നത്. അപ്പോൾ യഹൂദ ഗോത്രത്തിൽ നിന്ന് യേശു ജനിക്കും എന്നുള്ളത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി 2 ശമൂവേൽ 7-ാം അധ്യായത്തിന്റെ 12 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായി സാധിക്കുന്നു, ദാവീദിന്റെ കുടുംബത്തിലാണ് യേശു ജനിക്കാൻ പോകുന്നതെന്ന്. ദാവീദിന്റെ സിംഹാസനത്തിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് ദാവീദിനോട് ദൈവം പ്രോമിസ് ചെയ്യുകയാണ്, എന്നേക്കും ഇരിക്കേണ്ടതിന് സന്തതിയെ ഞാൻ നിനക്ക് തരുമെന്ന്. അങ്ങനെ ദാവീദിന്റെ സന്തതിയായി യേശു ജനിക്കുമെന്നുള്ള പഴയ നിയമത്തിന്റെ നിവൃത്തിയാണ് കാണുന്നത്. അപ്പോൾ ഈ വംശാവലിയുടെ ഉദ്ദേശം അതാണ്. മത്തായി ശലോമോൻ വരെ, ശലോമോൻ മുതൽ പിന്നെ ദാവീദ് അങ്ങനെ പറഞ്ഞു വരുന്നു. എന്നാൽ ലൂക്കോസ് സുവിശേഷത്തിൽ മറിയുടെ വംശാവലിയിൽ ദാവീദിന്റെ മകനായ നാഥാൻ മുതലുള്ള കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ജോസഫ് മറിയയ്ക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന സ്ത്രീയായി നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്, കന്യകയായി കാണുവാൻ സാധിക്കുന്നുണ്ട്. ബിട്രോത്തൽ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് വിവാഹം നടന്നിട്ടില്ല എങ്കിലും വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ വിവാഹം കഴിഞ്ഞതുപോലെയാണ് അവരത് കൺസിഡർ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അവർ ഒന്നിച്ച് താമസിക്കുകയൊന്നുമില്ല. എന്നാൽ ആ വിവാഹ നിശ്ചയം കഴിഞ്ഞ് പെൺകുട്ടി പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ അതൊരു അഡൾട്ടറി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആ പെൺകുട്ടിയെ കൊല്ലുവാനാണ് യഹൂദ നിയമമുള്ളത്. എന്നാൽ മറിയയുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ യോസഫ് ചെയ്ത കാര്യം നാം വായിക്കുന്നുണ്ട്. അവിടെ യെശയ്യാ പ്രവചനത്തിന്റെ നിവൃത്തിയാണ് അവിടെ നമ്മൾ കാണുന്നത്. യെശയ്യാവ് 7:14 നമ്മൾ വായിക്കുമ്പോൾ കന്യ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും എന്നുള്ളത് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ പുത്രൻ ജനിക്കുവാൻ വേണ്ടി, ദൈവത്തിന്റെ പുത്രൻ ഭൂമിയിൽ രാജാവായി അവതരിക്കേണ്ടതിനു വേണ്ടി ദൈവം ചെയ്ത പ്രവൃത്തിയുടെ ശ്രേഷ്ഠതകളാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ പാരമ്പര്യങ്ങളൊക്കെ വായിച്ചു വരുമ്പോൾ അവിടെയും ദാവീദിന്റെ പാരമ്പര്യം ഇടയ്ക്ക് നിർത്തിക്കളയത്തക്ക രീതിയിൽ പിശാച് പോരാടിയ സന്ദർഭങ്ങളുണ്ട്. രാജാക്കന്മാരെ കുറിച്ചൊക്കെ വായിക്കുമ്പോൾ അഥല്യ എന്ന് പറയുന്ന ഒരു ദുഷ്ട സ്ത്രീയെ എല്ലാ രാജസന്തതികളെയും നശിപ്പിക്കാനായിട്ട് എഴുന്നേറ്റതാണ്. അതിന്റെ എല്ലാം പിന്നിൽ പൈശാചിക ശക്തിയാണ്. മശീഹ വരരുത്, ദാവീദിന്റെ സന്തതിയായി യേശു കർത്താവ് വരരുത്, അതിനു വേണ്ടിയാണ്. എന്നാൽ അതിന്റെ എല്ലാം നടുവിൽ ദൈവം ചില ആളുകളെ നിയോഗിച്ച് ഒരു കൊച്ചു ബാലകനെ രാജാവായി തീർക്കുവാൻ ആ പാരമ്പര്യത്തിൽ തന്നെ യേശു കർത്താവ് ജനിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നാം ഈ ഭാഗം വായിച്ചു വരുമ്പോൾ അവിടെ യേശുവിനെ കൊടുത്തിരിക്കുന്ന പേരുകളെ കുറിച്ചൊക്കെ വായിക്കുന്നുണ്ട്. യേശു എന്നുള്ള പേരിന്റെ അർത്ഥം സേവിയർ, രക്ഷകൻ എന്നുള്ളതാണ്. യോശുവ എന്ന് പറയുന്ന ആ യഹൂദ ആ പേരിൽ നിന്നാണ് യഹോവ ഈസ് മൈ സാൽവേഷൻ എന്നാണ് ആ ഹീബ്രു പേരിന്റെ അർത്ഥം. അതിൽ നിന്നാണ് യേശു എന്നുള്ള പേര് വന്നിരിക്കുന്നത്. ഗ്രീക്കിലാണ് സാധാരണ ജീസസ് എന്നുള്ള പേര് വരുവാൻ തൊക്കെ ഇടയായി തീർന്നത്. യേശു ക്രിസ്തു എന്നുള്ളതാണ് സാധാരണ. യേശു എന്നുള്ളത് സാധാരണക്കാർക്കൊക്കെ ഉള്ള ഒരു പേരാണ്. എന്നാൽ ജീസസ് ദ ക്രൈസ്റ്റ്, ക്രിസ്തു യേശു അല്ലെങ്കിൽ യേശു ക്രിസ്തു എന്നുള്ളത് നമ്മുടെ കർത്താവിന് മാത്രമേ ഉള്ളൂ. ക്രൈസ്റ്റ് എന്നുള്ള പേരിന്റെ അർത്ഥം അനോയിന്റഡ് എന്നാണ്. അല്ലെങ്കിൽ ഗ്രീക്കിൽ അതിന് മസായ എന്ന് പറയും, അഭിഷക്തൻ, അനോയിന്റായ. ജീസസ് ദ മസായ എന്നാണ്
ജീസസ് ദ ക്രൈസ്റ്റ് എന്നുള്ളതിന്റെ അർത്ഥമായി തീർന്നിരിക്കുന്നത്. അപ്പോൾ ജീസസ് എന്നുള്ളത് അവന്റെ ഹ്യൂമൻ നെയിമും അതുപോലെ തന്നെ അവന്റെ ഒഫീഷ്യൽ ടൈറ്റിലാണ് മസയ അല്ലെങ്കിൽ ക്രൈസ്റ്റ് എന്നുള്ളത്. 7:14, 8:8 ഇവിടെ വായിക്കുമ്പോൾ യേശുവിന് കൊടുത്തിരിക്കുന്ന പേര് യേശയ്യാവ് അവിടെ കാണുവാൻ സാധിക്കുന്നത് അവനാണ് ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. ദൈവമായിരുന്നവൻ, സ്വർഗത്തിലിരുന്നവൻ നമുക്ക് വേണ്ടി ഈ താണലോകത്തിലേക്ക് വന്ന് മനുഷ്യനായി അവതരിച്ച ദൈവസ്നേഹം എത്ര വലിയതാണ് എന്ന് നാം മറന്നു പോകരുത്. അനേക യഹൂദ കുടുംബത്തിൽപ്പെട്ടവർക്ക് ദാവീദിന്റെ പരമ്പരയായി ജനിച്ചതായ അല്ലെങ്കിൽ യേശു എന്ന് തന്നെ പേരുള്ള ചിലർ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. എന്നാൽ ദൈവപുത്രനായി ജനിച്ച അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ കന്യക ഗർഭിണിയായി ജനിച്ച ഒരുവനേ ഉള്ളൂ, അതാണ് കർത്താവായ യേശു ക്രിസ്തു. അവനാണ് രാജാവ് എന്നാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ഇവിടെ അവൻ രാജാവാണല്ലോ, രാജാവായി ജനിച്ചുവല്ലോ. ആരെങ്കിലും അത് അക്നോളജ് ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും അത് സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതിന്റെ തെളിവാണ് ഇവിടെ വിദ്വാൻമാർ അവനെ നമസ്കരിക്കുന്നത് 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. 2-ാം അധ്യായത്തിൽ ഹോമേജ് ടു ദ കിങ്, രാജാവിന് കൊടുക്കുന്ന ആദരവ്. അവിടെ വൈസ്മെൻ അല്ലെങ്കിൽ മാഗി എന്നൊക്കെ നമ്മൾ പറയുന്ന വിദ്വാൻമാർ അവരാരാണ് എന്നൊന്നും നമുക്ക് കാണുവാനായി കഴിയത്തില്ല. എവിടെ നിന്ന് വന്നവരാണെന്ന് അറിയത്തില്ല. കിഴക്കെന്ന് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. എത്ര പേരാ വന്നതെന്നും വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല. എന്നാൽ അവര് കൊടുത്തതായ ഗിഫ്റ്റുകൾ, അവര് കാഴ്ചവെച്ച ഗിഫ്റ്റുകൾ, പൊന്ന്, മൂര്, കുന്തിരുക്കം, ഇത് 3 ആയതുകൊണ്ട് 3 പേരാണ് എന്ന് ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നു, ഇവരെല്ലാം ജെന്റൈൽസ് ആയിരുന്നു. ഇവരെല്ലാവരും ജാതികളായിരുന്നു. ജാതികളായ ആളുകളാണ് നമസ്കരിക്കാൻ വന്നത്. അവിടെ നാം ഓർത്തിരിക്കേണ്ടത്, ഈ നമസ്കരിക്കാൻ വന്ന ആള് നമ്മളെ ഇപ്പോൾ ക്രിസ്മസ് സീസണൊക്കെ കഴിഞ്ഞല്ലോ, ക്രിസ്മസിന്റെ നേറ്റിവിറ്റി സീനൊക്കെ കാണുമ്പോൾ അവിടെ മിക്കയിടത്തും കാണുവാനായിട്ട് കഴിയുന്നത് യേശുക്രിസ്തു ജനിച്ചപ്പോൾ അവിടെ ആട്ടിടയന്മാരുണ്ട്. ആട്ടിടയന്മാർ ഒരു കോണിക്ക് നിൽക്കുന്നു, പുൽത്തൊഴുത്ത് കാണുന്നു. ആ കൂട്ടത്തിൽ ഈ വിദ്വാൻമാരും വന്ന് പൊന്നെ, മൂരെ, കുന്തിരുക്കം കാഴ്ചവെക്കുന്നു. അത് ആരുടെയോ ഭാവനയിൽ വന്ന തെറ്റായ ചിന്താഗതിയാണ്. കാരണം പുൽക്കൂട്ടിൽ കിടക്കുമ്പോഴല്ല വിദ്വാൻമാര് യേശുവിനെ കാണാൻ വന്നത്. യേശു ജനിച്ച സമയത്ത് കിഴക്ക് രാജ്യത്ത് അവർ യേശുവിന്റെ നക്ഷത്രം കണ്ടു. ഇന്നത്തെ രീതിയിൽ ആസ്ട്രോളജേഴ്സ് ആയിരിക്കാം, ഇവര് സയന്റിസ്റ്റ് ആയിരിക്കാം, ഒരുപക്ഷെ രാജാക്കന്മാരായിരിക്കാം. ആ നക്ഷത്രം കണ്ടിട്ട് അവർ യാത്ര പുറപ്പെട്ട് വന്ന് സമയം അവിടെ നമ്മള് മത്തായി സുവിശേഷത്തിൽ വായിക്കുന്നത് അവര് വിദ്വാൻമാര് വീട്ടിൽ ചെന്ന് ശിശുവിനെ കണ്ടെന്നാണ് ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കുകയാണ്. അല്ലാതെ പുൽക്കൂട്ടിലല്ല, വീട്ടിൽ ചെന്നാണ് കണ്ടത്. പക്ഷെ ഈ നമുക്കറിയാവുന്ന കാര്യമായി ഇന്നത്തെ ക്രിസ്മസിന്റെ ആചാരങ്ങളെല്ലാം യേശുവിന്റെ ജനനവുമായി ഒരു ബന്ധമുള്ളതല്ല. ഈ NBC ന്യൂസിലും മെയിൻ ന്യൂസിലൊക്കെ ഡിസ്കവറിക്കാര് പ്രക്ഷേപണം ചെയ്ത വാർത്തകൾ വീഡിയോയായി അവര് പ്രസ്താവിച്ചിരുന്നത് ഞാൻ കണ്ടതാണ്. അതിന്റെ കോപ്പി എടുക്കാൻ ഇപ്പൊ 2-3 ആഴ്ച ആയതുകൊണ്ട് അങ്ങ് വിട്ടുപോയി. അതിനകത്ത് അവർ വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കുകയാണ് യേശുക്രിസ്തു ജനിച്ചത്. ഇത് പെന്തക്കോസ്തുകാരും ബ്രദറുകാരും ഒന്നും പറയുന്ന കാര്യമല്ല. അവര് ഡിസ്കവറിക്കാര് വസ്തുനിഷ്ഠമായി പ്രൂവ് ചെയ്ത് പറയുകയാണ് യേശുക്രിസ്തു ജനിച്ചത് ഡിസംബറിലെ അല്ല. യേശുക്രിസ്തു ജനിക്കുന്നതിനും ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഡിസംബർ 25 റോമാക്കാര് അവരുടെ പ്രത്യേക ദിവസമായി ആചരിച്ചിരുന്നതാണ്. അതിന്റെ ആചാരങ്ങളാണ് ഈ ക്രിസ്മസ് ട്രീ, വിളക്കുകള്, സ്റ്റാറുകള്, ഗിഫ്റ്റ് കൊടുക്കുന്ന പരിപാടികള്, ഇതെല്ലാം അതിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ട് നമ്മള് ഈ ക്രിസ്മസിന് വലിയ പ്രാധാന്യമൊക്കെ കൊടുക്കാതിരിക്കുന്നത് നമുക്കൊക്കെ ഒരു വിഷമമുണ്ട്. ക്രിസ്മസിനെ കുറിച്ചൊക്കെ ആളുകൾ ചോദിക്കുമ്പോൾ ക്രിസ്മസ് പാർട്ടി ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ലെന്നൊക്കെ പറയാൻ വിഷമമുണ്ട്. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഈ ഡെക്കറേഷൻ ഒന്നും ഇല്ലാത്ത വീട് കാണുമ്പോൾ ഈ നെയ്ബേഴ്സിനൊക്കെ നമ്മള് ഏത് ജാതിക്കാരാന്നൊക്കെ തോന്നുമെന്ന്. ഏതായാലും നമ്മൾ നോർത്ത് ഈസ്റ്റ് വിലയിരുത്തിയാലായതുകൊണ്ട് ആ ഗതികേടില്ല. കുതുമ്പാന്റെ വീട്ടിലൊന്നും ഈ ഡെക്കറേഷൻ ഇല്ല. ഞാൻ നോക്കിയപ്പോൾ ഞങ്ങളുടെ സ്ട്രീറ്റിൽ താഴോട്ട് നോക്കിയപ്പോൾ ഒത്തിരി വീട്ടിൽ ഡെക്കറേഷൻ ഇല്ലാത്തതുണ്ട്. അതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നും ഇല്ലെന്ന് തോന്നി. ഏതായാലും ഒരു ട്രീ വെച്ചതുകൊണ്ടോ ഒരു നക്ഷത്രം വെച്ചതുകൊണ്ടോ കുഴപ്പമൊന്നുമില്ല. അത്
1 2 മാസം അങ്ങ് തുടർച്ച അങ്ങ് വെച്ചേക്കാവുന്ന കുറച്ചുകൂടെ ഭംഗിയായിരിക്കും ഡെക്കറേഷൻ ഒക്കെ വെക്കാമെങ്കിൽ. എനിവേ, ഞാൻ എന്റെ വിഷയം അവിടെ അതല്ലല്ലോ. എന്ന് പറഞ്ഞാൽ ഈ ആചാരങ്ങളെല്ലാം മറ്റു മതങ്ങളിൽ നിന്ന്, റോമ മതത്തിൽ നിന്ന് വന്നതാണ്. യേശുക്രിസ്തു ഡിസംബറിലേ അല്ല ജനിച്ചതെന്നാണ് ഡിസ്കവറിക്കാരൻ പറയുന്നത്. ഡിസംബർ 25 ഒരിക്കലും യേശുക്രിസ്തുവിന്റെ ബർത്ത്ഡേ അല്ലായിരുന്നു. പണ്ട് ഏതോ ദൈവങ്ങൾക്ക് വേണ്ടി അവർ പറയുന്ന ദൈവങ്ങളുടെ പേരും ഫെസ്റ്റിവലിന്റെ പേരും ഒക്കെ ഉണ്ട്. ഇപ്പോഴും നിങ്ങൾ സെർച്ച് ചെയ്താൽ ഗൂഗിളൊക്കെ പോയാൽ ഇതിന്റെ ഇൻഫർമേഷൻ ഒക്കെ കിട്ടും. അവർ വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അതിൽ നിന്ന് വന്നതായ ആചാരങ്ങളാണ് ഇതെല്ലാം നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിദ്വാൻമാർ യേശുവിനെ നമസ്കരിപ്പാനായി വന്നതാണ് നമ്മുടെ വിഷയം. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ജനനം അത് ദൈവിക ജനനമായിരുന്നു. അവനെ നമസ്കരിക്കുന്ന രാജാവായതുകൊണ്ട് അവനെ നമസ്കരിക്കുന്ന വിദ്വാൻമാരെ നമുക്കിവിടെ കാണുവാനായി സാധിക്കുന്നുണ്ട്. ഇവിടെ ജാതികളായ ആളുകൾ, ചിലപ്പോൾ 3 പേരായിരിക്കും വിദ്വാൻമാർ, അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ളവരായിരിക്കും. അവര് ദൈവപുത്രനെ നമസ്കരിക്കാൻ വരുമ്പോൾ വേറെ ചില ആളുകൾ ദൈവപുത്രനെതിരെ നീങ്ങുന്ന കാര്യങ്ങളാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. അവര് എത്ര പേരാ വന്നതെന്ന് വേദപുസ്തകത്തിൽ ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ ഇവര് വന്നതോടുകൂടി ആ യഹൂദന്മാരും ഹേരോദാവും എല്ലാം വളച്ചു പോകാനൊക്കെ റെഡിയായി തീർന്നു. ഇവരുടെ കാലവാൻ എത്ര പേരുണ്ടെന്ന് അറിയത്തില്ലെങ്കിലും യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്നുള്ള ചോദ്യം വന്നതോടുകൂടി ഹേരോദാവ് ഉറച്ചുപോയി. ഈ ഹേരോദാവ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ക്രൂരനായ ഒരു മനുഷ്യനായിരുന്നു. ആ ഹേരോദാവിന് തന്റെ ഇഷ്ടം നിറവേറ്റണം എന്ന് മാത്രമേ താല്പര്യം ഉണ്ടായിരുന്നുള്ളൂ. തന്റെ ഇഷ്ടം നിറവേറ്റുവാൻ, റൂൾ ചെയ്യുവാൻ ആരെങ്കിലും എഗൻസ്റ്റായി നിന്നാൽ, അത് സ്വന്തം ഭാര്യ ആയാലും സ്വന്തം മകനായാലും താൻ കൊല്ലുമായിരുന്നു അവരെ. അങ്ങനെ താൻ ചെയ്തിട്ടുണ്ടായിരുന്നു. താൻ ലെസ്റ്റിന് വേണ്ടി, ജഡീക ഇച്ഛകൾക്ക് വേണ്ടി പ്രാധാന്യം കൊടുത്തു. ആരെങ്കിലും അതിനെതിരെ സംസാരിച്ചു പോയാൽ അവരെ കൊല്ലുമായിരുന്നു. അത്ര ഭയങ്കരനായ ഒരു മനുഷ്യനായിരുന്നു ഈ ഹേരോദാവ്. ചരിത്രം പറയുന്ന അദ്ദേഹം 9 പ്രാവശ്യം കല്യാണം കഴിച്ചിട്ടുണ്ടെന്നാ പറയുന്നത്. ഇങ്ങനെ ഒരു മോറൽ സൈഡും ഇല്ലാത്ത ക്രൂവലായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു ഹേരോദാവ്. ഹേരോദാവിന് യഹൂദന്മാരുടെ രാജാവായി ഒരാൾ ജനിക്കുക എന്ന് പറഞ്ഞാൽ തനിക്ക് ഒട്ടും സഹിക്കാൻ വയ്യാത്ത കാര്യമാണ്. താന് അതുകൊണ്ട് അന്വേഷിക്കാൻ തുടങ്ങി. പറഞ്ഞ് ഞാനും പോയി നമസ്കരിക്കേണ്ടതിന് എവിടെയാണെന്ന് കണ്ടുപിടിക്കണമെന്ന് ഒടുവിൽ ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും പുരോഹിതന്മാരുടെയും ഒക്കെ അടുത്ത് എന്നിട്ട് മീഖയുടെ പുസ്തകം അവർ പഠിച്ചപ്പോൾ പറഞ്ഞു ബേത്ലഹേമിലാണ് ജനിക്കാൻ പോകുന്നത്. ഈ യെരുശലേമിൽ നിന്ന് ഒരു 5 മൈൽ ദൂരം മാത്രമേ ഉള്ളൂ. ഈ പുസ്തകമൊക്കെ നോർത്ത് വെച്ച് നല്ലപോലെ വ്യാഖ്യാനിച്ച് പഠിപ്പിച്ചിട്ട് പുരോഹിതന്മാരെ ഈ ജാതികളായ വിദ്വാൻമാർക്ക് പറഞ്ഞു കൊടുത്തു, ഇവിടെയാണ് ബേത്ലഹേമിലാണ് ജനിക്കുന്നത്. ഈ ജാതികളായ വിദ്വാൻമാര് പോയി യേശുവിനെ നമസ്കരിച്ചു, യേശുവിന് കാഴ്ച കൊടുത്തു, യേശുവിന്റെ മുമ്പാകെ വീണു, അവന് കൊടുക്കേണ്ട ബഹുമാനം കൊടുത്തു. എന്നാൽ നാളുകളായി ഈ ന്യായപ്രമാണം എല്ലാം പഠിച്ചുകൊണ്ടിരുന്ന പുരോഹിതന്മാർക്ക് അവരുടെ ഗൈഡ് ചെയ്യാനായിട്ട് സാധിച്ചു. എന്നാൽ യേശുവിനെ നമസ്കരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഹേരോദാവോ ക്രൂരനായ മനുഷ്യൻ, അവൻ യേശുവിനെ ഒപ്പോസ് ചെയ്യുന്നവനായി തീർന്നു. കിങ്ങിനെ നശിപ്പിക്കുവാനായി അവൻ ശ്രമിക്കുന്നതാണ് കാണുവാനായി സാധിക്കുന്നത്. എന്നാൽ ഈ ജാതിയായ ആളുകൾക്ക് യേശു ആരാണെന്ന് മനസ്സിലാക്കി അവനെ നമസ്കരിക്കാൻ ഇടയായി തീർന്ന ദൈവകൃപയാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഇന്നും ഇങ്ങനെയാണ്. ജ്ഞാനികൾക്ക്, വിവേകികൾക്ക് സത്യം ഗ്രഹിക്കാൻ കഴിയാതെ ഇരിക്കുമ്പോൾ യോഗ്യതയില്ലാത്ത നമുക്ക് രാജാവിന്റെ മക്കളായി തീരുവാൻ, പ്രജകളായി തീരുവാൻ അവൻ അവകാശം പദവി തന്നു. നമുക്ക് ആരാധനയ്ക്കായി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അല്പസമയം പ്രാർത്ഥിക്കാം.